മലബാറിലെ ആദ്യ ഹൃദയമാറ്റ ശസ്ത്രക്രിയ കോഴിക്കോട് സ്വകാര്യ ആശുപത്രിയിൽ നടന്നു. കണ്ണൂർ സ്വദേശി വിജേഷിന്റെ ഹൃദയം കോഴിക്കോട് സ്വദേശി ഷംസുദ്ദീനാണ് സ്വീകരിച്ചത്. 6 മണിക്കൂർ നീണ്ട സങ്കീർണ ശസ്ത്രക്രിയക്കൊടുവിലാണ് വിജേഷിന്റെ ഹൃദയം ഷംസുദ്ദീനിൽ മിടിച്ചു തുടങ്ങിയത്. വിജയകരമായി തന്നെ ഹൃദയം ഷംസുദ്ദീന്റെ ശരീരത്തിൽ തുന്നിച്ചേർത്തു. യന്ത്ര സംവിധാനത്തിന്റെ സഹായത്തോടെ പുതിയ ഹൃദയം ഷംസുദ്ദീനിൽ പ്രവർത്തിച്ചു തുടങ്ങിയെന്ന് ചീഫ് കാർഡിയാക് സർജൻ ഡോക്ടർ പി മുസ്തഫ പറഞ്ഞു. ഈ ഡൊണേറ്റ് ചെയ്യുന്ന ഹാർട്ട് റിസീവ് ചെയ്യുന്ന ഹാർട്ടും ഉള്ളിടത്തേക്ക് എത്തിക്കുകയും എന്നിട്ട് സർജറി സ്റ്റാർട്ട് ചെയ്യുന്ന പ്രൊസീജിയറാണ്. അതാണ് ഫസ്റ്റ് സ്റ്റേജ്. അത് കഴിഞ്ഞ് ഈ ഡൊണേറ്റ് ചെയ്ത ഈ ഹൃദയം റിസീവ് ചെയ്യുന്ന ആളുടെ ശരീരത്തിൽ തുന്നിച്ചേർക്കുന്നതാണ് രണ്ടാമത്തെ സ്റ്റേജ്. ആ രണ്ടാമത്തെ സ്റ്റേജാണ് ഇപ്പോൾ കഴിഞ്ഞിരിക്കുന്നത്. മാത്രമല്ല ഈ വിജേഷിൻ്റെ ഹൃദയം ഇപ്പോൾ ഷംസുദ്ദീൻ്റെ ശരീരത്തിൽ മിടിച്ച് തുടങ്ങിയിട്ടുമുണ്ട്. അത് വളരെ ഒരു പോസിറ്റീവായിട്ടുള്ള റിസൾട്ടാണ്. ഇന്ന് പുലർച്ചെ 5:30യോടെയാണ് കണ്ണൂരിൽ നിന്നും റോഡ് മാർഗം എത്തിച്ച് വിജേഷിന്റെ ഹൃദയം ഷംസുദ്ദീന് തുന്നിച്ചേർക്കാനുള്ള ശസ്ത്രക്രിയ ആരംഭിച്ചത്. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. തെരഞ്ഞെടുപ്പിന്റെ വീറും വാശിയും വിളിച്ചോതി പ്രചാരണ ഗാനങ്ങൾ പുറത്തിറക്കുന്നു. നിരവധി തെരഞ്ഞെടുപ്പുകളിൽ മുന്നണികൾക്ക് വേണ്ടി പ്രചാരണ ഗാനമൊരുക്കിയ അബ്ദുൽ ഖാദറാണ് തദ്ദേശ തെരഞ്ഞെടുപ്പിനായി പാരഡി ഗാനങ്ങൾ പുറത്തിറക്കുന്നത്. സമകാലിക സംഭവങ്ങളും വിവാദങ്ങളും ഹിറ്റ് പാട്ടുകളുടെ ഈണങ്ങളിൽ എഴുതി ചിട്ടപ്പെടുത്തിയിരിക്കുകയാണ് അബ്ദുൽ ഖാദർ. പ്രേമത്തിലെ ഹിറ്റ് പാട്ടാണ് പാരഡി രൂപത്തിൽ UDF-നെതിരെ പ്രചാരണ ഗാനമായത്. ഇവര് വേണ്ട, വലതു വേണ്ട, ഈ UDF ഭരണവും വേണ്ട, അടവ് വേണ്ട, വളവ് വേണ്ട, ഇനി വാഗ്ദാന പെരുമഴ വേണ്ട. പരമ്പരാഗത മാപ്പിളപ്പാട്ടിന്റെ ഈണമാണ് ഇടതുമുന്നണിക്കെതിരെ ഉപയോഗിച്ചിരിക്കുന്നത്. പ്രചാരണ ഗാനം തയ്യാറാക്കുന്നതിൽ രാഷ്ട്രീയമില്ലെന്ന് അബ്ദുൽ ഖാദർ പറഞ്ഞു. നമ്മൾ എല്ലാ പാർട്ടികൾക്കും വേണ്ടി പാട്ടുകൾ ചെയ്തു കൊടുക്കുന്നു. അതാണ് നമ്മുടെ ഒരു പ്രത്യേകത. നമ്മൾ ഇതൊരു പ്രൊഫഷനായിട്ട് കണ്ടുകൊണ്ട് തന്നെയാണ് ചെയ്യുന്നത്. ഫഹദും NH ഷബീറുമാണ് ഗായകർ. ഇടത് വലത് മുന്നണികൾക്ക് പുറമെ സ്വതന്ത്രന് വേണ്ടിയും പ്രചാരണ ഗാനം തയ്യാറായിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ, കൊച്ചി. ബീഹാറിലെ രണ്ടാം ഘട്ട തെരഞ്ഞെടുപ്പിന്റെ വോട്ടിംഗ് സമാപിച്ചു. 6 ജില്ലകളിലായി 32 സീറ്റുകളിലേക്ക് നടന്ന വോട്ടെടുപ്പിൽ 55% പോളിംഗ് രേഖപ്പെടുത്തി. എന്നാൽ കൈമൂർ ജില്ലയിലെ പാരിസർ ഗ്രാമവാസികൾ വോട്ട് രേഖപ്പെടുത്താതെയാണ് പ്രതിഷേധമറിയിച്ചത്. കാലങ്ങളായി തങ്ങൾ നേരിടുന്ന അവഗണനയ്ക്കെതിരെയാണ് ഇവർ പ്രതിഷേധിച്ചത്. ഗ്രാമത്തിലെ അടിസ്ഥാന സൗകര്യങ്ങൾ വികസിപ്പിക്കണമെന്ന ആവശ്യം നിഷേധിക്കപ്പെട്ടപ്പോഴാണ് പാർസ്യ നിവാസികൾ തെരഞ്ഞെടുപ്പ് ബഹിഷ്കരിച്ചത്. ഗ്രാമത്തിലെങ്ങും തങ്ങളുടെ പ്രതിഷേധം അറിയിച്ചു പതിപ്പിച്ച പോസ്റ്ററുകൾ നിറഞ്ഞിരിക്കുകയാണ്. വാഗ്ദാനങ്ങളല്ല, വികസനമാണ് തങ്ങൾക്ക് വേണ്ടതെന്നും റോഡില്ലെങ്കിൽ വോട്ടില്ലെന്നുമുള്ള മുദ്രാവാക്യങ്ങളാണ് പോസ്റ്ററുകളിലെ ഉള്ളടക്കം. വികസനത്തിന്റെ ചെറിയ സാധ്യതകൾ പോലും പാർസ്യയിലേക്ക് എത്തിയിട്ടില്ല. ഗ്രാമത്തിൽ റോഡ് നിർമ്മിക്കാനുള്ള പ്രാരംഭ നടപടികൾ ഇതുവരെ ആരംഭിച്ചിട്ടില്ല. ചെമ്മൺ പാതയിലൂടെയാണ് ഗ്രാമവാസികളുടെ യാത്രകൾ. കുടിക്കാൻ ശുദ്ധജലം ലഭ്യമല്ല. ചെറിയ കുളങ്ങളിൽ നിന്നാണ് ഗ്രാമീണർ വെള്ളം ശേഖരിക്കുന്നത്. വേനൽ കടുത്താൽ ജലക്ഷാമം രൂക്ഷമാകും. തങ്ങളുടെ പ്രശ്നങ്ങൾ നിരവധി തവണ അധികൃതരുടെ ശ്രദ്ധയിൽപ്പെടുത്തിയെങ്കിലും പരിഹാരമായിട്ടില്ല. തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ രാഷ്ട്രീയക്കാരെയൊക്കെ കണ്ടുകിട്ടണമെങ്കിൽ അടുത്ത തെരഞ്ഞെടുപ്പ് വരെ കാത്തിരിക്കണം. അതുകൊണ്ട് തന്നെയാണ് വോട്ട് നൽകാതെ തങ്ങൾ പ്രതിഷേധിച്ചതെന്ന് ഗ്രാമവാസിയായ തിവാരി പറയുന്നു. ഡിജിറ്റൽ ഇന്ത്യയും മേക്ക് ഇൻ ഇന്ത്യയുമായി പ്രധാനമന്ത്രി നാഴികയ്ക്ക് 40 വട്ടം എന്ന നിലയിൽ വിദേശ രാജ്യങ്ങൾ സന്ദർശിച്ച് സെൽഫി എടുത്ത് നടക്കുകയാണ്. രാജ്യത്ത് ഇത്തരം ദുരവസ്ഥകൾ നിലനിൽക്കുന്നുണ്ടെന്ന് മനസ്സിലാക്കാതെ വിദേശ രാജ്യങ്ങളുടെ പ്രശംസ നേടിയിട്ട് കാര്യമില്ലെന്നാണ് ഇത്തരം ഗ്രാമങ്ങൾ സാക്ഷ്യപ്പെടുത്തുന്നത്. ന്യൂസ് ഡെസ്ക്. ഹിജാബ് ധരിച്ച് ഫാഷൻ വീഡിയോയിൽ പ്രത്യക്ഷപ്പെട്ട മുസ്ലിം യുവതി വിവാദക്കുരുക്കിൽ. ബ്രിട്ടീഷ് റീറ്റെയിൽ ഭീമനായ H&Mന്റെ ഫാഷൻ വീഡിയോയിൽ പ്രത്യക്ഷപ്പെട്ട മറിയ ഇദ്രിസിയാണ് വിമർശകരുടെ പഴിയേറ്റുവാങ്ങുന്നത്. ായ മറിയ ഇദ്രിസ് ജനിച്ചതും വളർന്നതും ലണ്ടനിൽ തന്നെയാണ്. പാകിസ്ഥാനിയാണ് മാതാവ്. പിതാവ് മൊറോക്കോക്കാരനും. റീറ്റെയിൽ ഭീമനായ H&M മുസ്ലിം വേഷവിധാനങ്ങൾക്കുള്ള മോഡലിനെ തേടിയെത്തിയപ്പോൾ
ഫാഷൻ സലൂൺ ഉടമ കൂടിയായ മറിയ സമ്മതിക്കുകയായിരുന്നു. ഇതോടെ ഫാഷൻ ലോകത്തേക്ക് ഹിജാബ് ധരിച്ചെത്തിയ ആദ്യ മുസ്ലിം യുവതി കൂടിയായി ഈ 23-കാരിയായ മറിയ. ഇത് പക്ഷേ ലണ്ടനിലെ മുസ്ലിം മതനേതാക്കളുടെ ഉറക്കം കെടുത്തിയിരിക്കുകയാണ്. ഇത്തരത്തിൽ പെരുമാറുന്നത് എന്തിനാണെന്ന് മനസ്സിലാകുന്നില്ലെന്നും താൻ വളരെ മാന്യമായും അനുയോജ്യമായ രീതിയിലും തന്നെയാണ് ഹിജാബ് ധരിച്ചതെന്നും ഇദ്രിസി പറയുന്നു. തന്റെ തീരുമാനത്തിലോ പ്രവൃത്തിയിലോ ഒരു കുഴപ്പവും ഉണ്ടായിട്ടില്ലെന്നും വിമർശകർ വിവാദത്തിനു വേണ്ടി അനാവശ്യ കാര്യങ്ങൾ ഉന്നയിക്കുകയാണെന്നുമാണ് മറിയ ഇദ്രിസിയുടെ നിലപാട്. ഇസ്ലാമും മോഡലിംഗും യോജിച്ചു പോകുന്ന കാര്യങ്ങളല്ലെന്നാണ് മതനേതാക്കളുടെ വാദം. വളരെ പുരോഗമനാത്മകമായ ചുവടുവയ്പായി മറിയയുടെ മോഡലിംഗിനെ കാണണമെന്നാണ് ഫാഷൻ ലോകത്തു നിന്നുള്ളവരുടെ അഭിപ്രായം. മുസ്ലിം വേഷവിധാനങ്ങൾ വിപണിയിൽ ശ്രദ്ധ നേടുമ്പോൾ മോഡലിംഗിൽ നിന്ന് മാത്രം മാറ്റി നിർത്തുന്നത് ശരിയല്ലെന്നും ഇവർ വാദിക്കുന്നു. ലണ്ടനിലെ മാധ്യമങ്ങളിലും കുറച്ചു ദിവസമായി മറിയയും ഹിജാബിലെ മോഡലിംഗും സജീവ ചർച്ചയാണ്. ന്യൂസ് ഡെസ്ക്. പരസ്പരം സ്നേഹിക്കുന്നവർക്കും ദമ്പതികൾക്കും പ്രണയികൾക്കുമിടയിൽ സർവ്വസാധാരണമാണ് ചുംബനം. ചിലരെങ്കിലും ചുംബനത്തെ അത്ര നല്ല രീതിയിൽ കാണാറില്ല. എന്നാൽ ചുംബനം കൊണ്ട് ആരോഗ്യകരമായ ഏറെ ഗുണങ്ങളുണ്ടെന്നാണ് വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നത്. പരസ്പരം ചുംബിക്കുമ്പോൾ അത് ദമ്പതിമാരായാലും കമിതാക്കളായാലും സ്നേഹിതരായാലും ബന്ധം ശക്തമാകും. ചുംബിക്കുമ്പോൾ ശരീരത്തിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന ഓക്സിറ്റോസിൻ ഹോർമോണാണ് ഇതിന് കാരണം. ചുംബനം മൂലം ശരീരത്തിലുണ്ടാകുന്ന മാറ്റങ്ങൾ രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കുമെന്ന് നേരത്തെ തന്നെ കണ്ടെത്തിയിട്ടുണ്ട്. ലൈംഗിക ബന്ധത്തിനിടയിലുള്ള ചുംബനമാണ് ഇക്കാര്യത്തിൽ മുന്നിൽ നിൽക്കുന്നതെന്നും പഠനങ്ങൾ വ്യക്തമാക്കുന്നു. ചുംബിക്കുമ്പോഴും ചുംബിക്കപ്പെടുമ്പോഴും ശരീരത്തിൽ എൻഡോർഫീൻ തുടങ്ങിയ ഹോർമോണുകൾ ഉൽപ്പാദിപ്പിക്കപ്പെടും. രണ്ടും സന്തോഷത്തിന് വഴിയൊരുക്കുന്നവയാണ്. വിഷാദം തോന്നുമ്പോൾ ഗുളിക കഴിക്കുന്നതിനേക്കാളും മനഃശാസ്ത്രജ്ഞരെ കാണുന്നതിനേക്കാളും നല്ല മരുന്നാണ് ചുംബനമെന്ന് ഒരുപക്ഷം വാദിക്കുന്നുമുണ്ട്. തലവേദനയ്ക്ക് പോലും മികച്ച മരുന്നാണത്രേ ചുംബനം. ചുംബന സമയത്ത് ശരീരത്തിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന അഡ്രിനാലിൻ വേദനയ്ക്ക് ആശ്വാസം നൽകുന്നതാണ്. ഓരോ ദിവസവും കടുത്ത മാനസിക സമ്മർദ്ദമായിരിക്കും നാം ഓരോരുത്തരും അനുഭവിക്കുന്നത്. സ്ട്രെസ് ഹോർമോണായ കോർട്ടിസോളാണ് ഇക്കാര്യത്തിൽ വില്ലനാകുന്നത്. ചുംബനം ശരീരത്തിലെ കോർട്ടിസോളിന്റെ അളവ് കുറച്ചുകൊണ്ടുവരുമെന്നും പ്രസന്നത സമ്മാനിക്കുമെന്നുമാണ് പഠനങ്ങൾ വ്യക്തമാക്കുന്നത്. കടുത്ത സമ്മർദ്ദം അനുഭവിക്കുമ്പോൾ പങ്കാളിയെ ചുംബിച്ചാൽ കിട്ടുന്ന ആശ്വാസം വലുതാണെന്ന് ഇവർ ചൂണ്ടിക്കാട്ടുന്നു. ട്രെഡ്മില്ലിൽ നടക്കുന്നതിന്റെ അത്ര വരില്ലെങ്കിലും സാധാരണ നേരങ്ങളിൽ ഇതിന്റെ ഇരട്ടി കലോറി കത്തിച്ചു കളയാൻ ചുംബനത്തിനാകും. ന്യൂസ് ഡെസ്ക്. നാല് മാസത്തെ ഇടവേളയ്ക്ക് ശേഷം ഗിർ വന്യജീവി സങ്കേതം നാളെ തുറക്കുമ്പോൾ സഞ്ചാരികൾക്ക് വിരുന്നൊരുക്കാൻ കൂടുതൽ സിംഹങ്ങളുണ്ടാകും. 100ഓളം സിംഹക്കുട്ടികൾ 4 മാസത്തിനുള്ളിൽ ഗിർ വനത്തിൽ പിറന്നതായാണ് വനം വകുപ്പിന്റെ കണക്കുകൾ. ആദ്യമായാണ് ഗിർവനത്തിൽ സിംഹങ്ങളുടെ എണ്ണത്തിൽ ഇത്രയധികം വർധനവുണ്ടാകുന്നത്. വരാനിരിക്കുന്ന സന്ദർശന കാലത്ത് കൂടുതൽ സഞ്ചാരികളെ ആകർഷിക്കാൻ വനത്തിൽ പിറന്ന സിംഹക്കുഞ്ഞുങ്ങൾക്ക് സാധിക്കുമെന്നാണ് പ്രതീക്ഷ. സിംഹങ്ങളുടെ പ്രജനനകാലമായി പൊതുവെ കണക്കാക്കി പോരുന്ന ജൂൺ 15 മുതൽ ഒക്ടോബർ 15 വരെയാണ് വന്യജീവി സങ്കേതം അടച്ചിടുന്നത്. കഴിഞ്ഞ മെയ്യിൽ നടത്തിയ വന്യജീവി സെൻസസ് പ്രകാരം ഗിർവനത്തിൽ 523 ഏഷ്യാറ്റിക് സിംഹങ്ങളുണ്ടെന്നാണ് കണക്ക്. 2010-ൽ 411 സിംഹങ്ങളാണ് ഉണ്ടായിരുന്നത്. ഇക്കുറി 100ഓളം കുഞ്ഞുങ്ങൾ കൂടി പിറന്നതോടെ സിംഹങ്ങളുടെ എണ്ണം 600-നോടടുക്കും. വനവും വന്യജീവികളെയും സംരക്ഷിക്കാൻ വനം വകുപ്പെടുത്ത നടപടികളും സമീപവാസികളുടെ സഹകരണവുമാണ് സിംഹങ്ങൾ കൊല്ലപ്പെടുന്നതിന് അറുതി വരുത്തിയതെന്നും വിലയിരുത്തലുണ്ട്.
വനത്തിലോ പരിസരങ്ങളിലോ മുറിവേറ്റ നിലയിലോ അപകടത്തിൽപ്പെട്ടോ സിംഹക്കുഞ്ഞുങ്ങളെ കണ്ടെത്തിയാൽ നാട്ടുകാർ അക്കാര്യം വനംവകുപ്പിനെ അറിയിക്കും. യഥാസമയം ചികിത്സ നൽകാൻ ഇതിലൂടെ സാധിച്ചത് സിംഹമരണങ്ങൾ കുറയ്ക്കാൻ വഴിവെച്ചു. സിംഹക്കുഞ്ഞുങ്ങൾ കൂട്ടം തെറ്റി പോകുന്നത് തടയാനും പെട്രോളിംഗ് സ്റ്റാഫിന്റെ ശ്രമങ്ങളുണ്ട്. എന്തായാലും നാളെ മുതൽ കൂടുതൽ സഞ്ചാരികൾ ഗിർ വനത്തിലെ പുതിയ അതിഥികളെ കാണാൻ എത്തുമെന്നാണ് പ്രതീക്ഷ. ന്യൂസ് ഡെസ്ക്. മൊബൈൽ ആപ്ലിക്കേഷൻ, ഇമെയിൽ സേവനങ്ങൾ എന്നിവയ്ക്ക് പാസ്വേഡുകൾ ഒഴിവാക്കാൻ ഒരുങ്ങുകയാണ് യാഹു. കമ്പനി പുറത്തിറക്കുന്ന അടുത്ത അപ്ഡേറ്റിൽ ലോഗിൻ ചെയ്യാൻ പാസ്വേഡിന് പകരമുള്ള സംവിധാനം അവതരിപ്പിക്കുമെന്നാണ് സൂചന. അക്കൗണ്ട് കീ എന്ന പേരിലാണ് യാഹു പുതിയ സംവിധാനം അവതരിപ്പിക്കുന്നത്. ഐഫോണിലും ആൻഡ്രോയിഡ് ഡിവൈസുകളിലും സപ്പോർട്ട് ചെയ്യുന്ന പുതിയ ആപ്പ് ഉടൻ പുറത്തിറങ്ങും. സ്മാർട്ട് ഫോണിലേക്ക് അയക്കുന്ന ഒരു നോട്ടിഫിക്കേഷനിലൂടെ ആയിരിക്കും ലോഗിൻ ഏർപ്പെടുത്തുക. പാസ്വേഡ് ടൈപ്പ് ചെയ്യേണ്ട എന്നതാണ് ഇതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത. ഹാക്കർമാർക്ക് ഏറ്റവും എളുപ്പത്തിൽ ബ്രേക്ക് ചെയ്യാൻ പറ്റുന്നത് പാസ്വേഡുകളാണ് എന്നതിനാലാണ് മറ്റൊരു സുരക്ഷിത മാർഗം എന്ന നിലയ്ക്ക് യാഹു അക്കൗണ്ട് കീ സംവിധാനം ഒരുക്കുന്നത്. യാഹു ഉപഭോക്താക്കൾക്ക് പാസ്വേഡ് തന്നെ വേണം എന്നാണെങ്കിൽ അങ്ങനെ തന്നെ തുടരാനുള്ള സംവിധാനവുമുണ്ട്. ഒരു കാലത്ത് ലോകത്ത് ഏറ്റവും അധികം ഉപയോഗിക്കപ്പെട്ടിരുന്ന യാഹു സേവനങ്ങൾ ഇപ്പോഴും സജീവമായി ഉപയോഗിക്കുന്നവരുണ്ട്. ജിമെയിലിന്റെ ആവിർഭാവത്തോടെയാണ് യാഹുവിന്റെ ഉപഭോക്താക്കളുടെ എണ്ണത്തിൽ വലിയ ഇടിവുണ്ടായത്. ഈ വർഷം ഓഗസ്റ്റ് മാസത്തിലെ കണക്കുകൾ അനുസരിച്ച് യാഹുവിന് 190 മില്യൺ ഉപഭോക്താക്കളുണ്ട്. കഴിഞ്ഞ വർഷത്തേക്കാൾ 16% കുറവാണിതെങ്കിലും പുതിയ അപ്ഡേറ്റുകളിലൂടെ ഉപഭോക്താക്കളുടെ എണ്ണം വർദ്ധിപ്പിക്കുവാനാണ് കമ്പനി ശ്രമിക്കുന്നത്. യാഹുവിന്റെ മറ്റ് സേവനങ്ങളുമായി ബന്ധിപ്പിക്കുവാനുള്ള സംവിധാനം ഒരുക്കിയിട്ടുണ്ടെങ്കിലും ജിമെയിലുമായി ബന്ധിപ്പിക്കാനുള്ള സൗകര്യം യാഹു ഒരുക്കിയിട്ടില്ല. യാഹു ഉപഭോക്താക്കളിൽ ഭൂരിഭാഗവും മൊബൈലിൽ നിന്നാണ് മെയിൽ സേവനങ്ങൾ ഉപയോഗിക്കുന്നത് എന്നതിനാലാണ് മൊബൈൽ അധിഷ്ഠിതമായ അപ്ഡേറ്റ് യാഹു വരുത്തിയിരിക്കുന്നത്. പരസ്യ വരുമാനത്തിൽ ഉൾപ്പെടെ ഇടിവ് നേരിട്ടുകൊണ്ടിരിക്കുന്ന യാഹുവിന് പിടിച്ചു നിൽക്കുന്നതിനായി പുതിയ തന്ത്രങ്ങൾ ആവിഷ്കരിച്ച് മതിയാകൂ. അതിന്റെ ആദ്യപടിയായിട്ടാണ് ഈ അപ്ഡേറ്റുകളെ ടെക് ലോകം കാണുന്നത്. ന്യൂസ് ഡെസ്ക്. ചലച്ചിത്ര പിന്നണി ഗായിക അന്ന കത്രീനയുടെ ആദ്യത്തെ മ്യൂസിക്കൽ ആൽബമായ ഹണി ബി ചലച്ചിത്ര താരം ദുൽഖർ സൽമാൻ കൊച്ചിയിൽ പുറത്തിറക്കി. അന്ന കത്രീനയുടെ ഔദ്യോഗിക വെബ്സൈറ്റ് സംഗീത സംവിധായകൻ ഗോപി സുന്ദർ പ്രകാശനം ചെയ്തു. മലയാളി കേട്ടുപരിചയിച്ച ശബ്ദമായിരുന്നില്ല അന്ന കത്രീനയുടേത്. വേറിട്ട് നിന്ന ആ ശബ്ദത്തിന്റെ സകല സാധ്യതകളും ഗോപി സുന്ദർ ഉപയോഗപ്പെടുത്തിയപ്പോൾ ഉസ്താദ് ഹോട്ടലിലെ മേൽ 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 വെണ്ണിലെ അപ്പങ്ങളെമ്പാടും തുടങ്ങി ഒരുപിടി ഗാനങ്ങൾ മലയാളികൾ നെഞ്ചിലേറ്റി. അന്ന കത്രീനയുടെ ആദ്യത്തെ മ്യൂസിക്കൽ ആൽബമായ ഹണി ബി ചലച്ചിത്ര താരം ദുൽഖർ സൽമാൻ കൊച്ചിയിൽ പുറത്തിറക്കി. ഉസ്താദ് ഹോട്ടലിന്റെ സെറ്റിലേക്ക് താൻ എത്തുമ്പോൾ ആദ്യം കേട്ട ശബ്ദം അന്നയുടേതാണെന്നും അന്നയ്ക്ക് എല്ലാവിധ ഭാവുകങ്ങളും നേരുന്നുവെന്നും ദുൽഖർ പറഞ്ഞു. ആൽബത്തിലെ മറ്റൊരു ഗാനം അന്ന വേദിയിൽ അവതരിപ്പിച്ചു. ജാസ് മൂഡിൽ ചിട്ടപ്പെടുത്തിയിരിക്കുന്ന ആൽബത്തിലെ ഗാനങ്ങളുടെ രചന നിർവഹിച്ചിരിക്കുന്നതും സംഗീതം നൽകിയിരിക്കുന്നതും അന്നയും ഒപ്പം ഗിത്താറിസ്റ്റ് സന്തോഷ് ചന്ദ്രനും ചേർന്നാണ്. അന്ന കത്രീനയുടെ ഔദ്യോഗിക വെബ്സൈറ്റ് സംഗീത സംവിധായകൻ ഗോപി സുന്ദർ പ്രകാശനം ചെയ്തു. ഡൊമിനിക് പ്രസന്റേഷൻ MLA, ചലച്ചിത്ര താരം പ്രതാപ് പോത്തൻ, ഗായകരായ സച്ചിൻ വാര്യർ, രഞ്ജിനി ജോസ്, മുഹമ്മദ് മക്ബൂൽ മൻസൂർ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കൊച്ചി.